കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷ അനേകരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് കാരണമായി എന്നറിഞ്ഞതിൽ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് വിവിധ നിലകളിൽ കർത്താവ് തരുന്ന അവസരങ്ങൾക്കും മാർഗങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സഭാസ്ഥാപനം, വ്യക്തിപരമായ സുവിശേഷീകരണം, ചാരിറ്റി പ്രവർത്തനങ്ങൾ, മീഡിയ മിനിസ്ട്രീസ് കൂടാതെ കർത്താവ് തരുന്ന അവസരങ്ങൾക്കനുസരിച്ച് ഈ പ്രവർത്തനം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പ്രിയ പി ടി തോമസ് സാർ തുടർന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുവെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും കർത്താവിൻ്റെ പരിപാലനയിൽ നിലനിൽക്കുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഭാഗ്യത്തിനായി നമുക്ക് കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കാം. നമ്മുടെ ആയുസ്സിനെ കർത്താവ് ദീർഘിപ്പിച്ചു തരുന്നത് നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതിനുള്ള അവസരമായിട്ടാണ്. ഈ ആയുസ് താൽക്കാലികമാണ്. ഈ ആയുസ്സിൻ്റെ നശ്വരതയെ സംബന്ധിച്ചും വരുവാനുള്ളതിനെ സംബന്ധിച്ചും മനുഷ്യനെ ഓർമ്മിപ്പിക്കുവാൻ ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തങ്ങളുടെ സാങ്കേതിക വിദ്യ കൊണ്ടും അറിവ് കൊണ്ടും തങ്ങളുടെ ജ്ഞാനം കൊണ്ടും എന്തിനേയും കീഴടക്കാം, നേടാം, ആരുടെയും സഹായം ആവശ്യമില്ല എന്ന ഭാവത്തിൽ മനുഷ്യൻ വളരെ ധിക്കാരത്തോടും വളരെ ഡംഭോടും കൂടി പെരുമാറിയിരുന്ന കഴിഞ്ഞ നാളുകളെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. എന്നാൽ ദൃഷ്ടിക്ക് വിഷയീഭവിക്കുവാൻ കഴിയാത്ത വിധം സൂക്ഷ്മമായ ഒരണുപ്രാണിയുടെ മുമ്പിൽ നാം എത്ര നിസ്സഹായരാണെന്നുള്ളത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഓർമ്മിപ്പിക്കുന്ന ഈ ദൈവിക ഇടപെടൽ നിത്യജീവനായി നമ്മെ പ്രേരിപ്പിക്കേണ്ട അവസരമാണ്. അതിന് സർവ്വകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ. നമ്മെ ഒരു ദിവസം കൂടി ദൈവകൃപയിൽ കർത്താവ് സൂക്ഷിച്ചല്ലോ. കർത്താവിൻ്റെ കരുണയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയും പിന്നെയും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കുകയും ചെയ്യാം. ദൈവഹിതം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളല്ലോ. കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദൈവഹിതം ദൈവം തൻ്റെ തിരുവെഴുത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ തുറന്ന ഹൃദയമാണ് വിശുദ്ധ തിരുവെഴുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരുന്നു എന്നാണ് കർത്താവ് തന്നെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ തുറന്ന ഹൃദയം, ആ ഹൃദയത്തിൽ എന്തോ ഉണ്ട്, ആ ഹൃദയത്തിൻ്റെ താല്പര്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ തിരുവെഴുത്ത് പരിശോധിച്ചാൽ മതി. അതുകൊണ്ടാണ് ദൈവവചന പഠനത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നാം ഈ ദിവസങ്ങളിൽ റോമാലേഖനം തുടർച്ചയായി ചിന്തിച്ചു വരികയായിരുന്നല്ലോ. ഒരു 13-ാമത്തെ അധ്യായത്തിൽ ഒടുവിലത്തെ ഭാഗം വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അതെ, യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക എന്നാണ് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ലോകം ഒരു ഇരുളിൻ്റെ ഘട്ടത്തിലൂടെ രാത്രിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇരുളിനുള്ളവരല്ല, നാം പകലിനുള്ളവരാണ്. ലോകം ഇരുളിൻ്റെ ആയുധവർഗം ധരിച്ച് നയങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ഗൂഢമായ പല ലക്ഷ്യങ്ങളോടുകൂടിയും പുറമേ മനുഷ്യൻ സ്നേഹഭാവം നടിക്കുമ്പോൾ തന്നെ ആന്തരികമായി മനുഷ്യൻ വൈരാഗ്യത്തിനും പരസ്പരം വഞ്ചിക്കുവാൻ മടിയില്ലാതെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഇരുളിൻ്റെ കാലം. ലോകം ധരിച്ചിരിക്കുന്നത് ഇരുളിൻ്റെ ആയുധവർഗമാണ്. അവരുടെ പെരുമാറ്റ രീതി, അവരുടെ മനസ്സിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് അവർ നിഗൂഢമായി വെച്ചിരിക്കുകയാണ്. അത് വെളിപ്പെടുത്തുകയില്ല. അത് വെളിപ്പെടുത്തിയാൽ അവരെ ലോകം വെറുക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരത് വെളിപ്പെടുത്താതെ ഗൂഢമായി, തന്ത്രപരമായി, വഞ്ചനാപരമായി ഇരുളിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട്, ഇരുളിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇരുളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നാണ് നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ട് നമ്മൾ മാറി നിൽക്കുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകത്തിൻ്റെ വെളിച്ചമായി വന്ന കർത്താവിനെ
നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തുകയും ചെയ്യുവാൻ നമുക്ക് ഉത്സാഹിക്കാം. നാമോ പകലിനുള്ളവരാണ്. നാം ഈ ഇരുളടഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നാം മുൻപോട്ട് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം ഇരുൾ നിറഞ്ഞതാണെങ്കിലും പ്രിയമുള്ളവരെ, നാം വെളിച്ചമാകയാൽ, ലോകത്തിന് വെളിച്ചമായവൻ നമ്മളിൽ വസിക്കുന്നതിനാൽ നാം വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ നേരത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. പകലായിരിക്കണം, പകലിൻ്റെ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അർത്ഥാൽ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളെൻ്റെ അനുകാരികളാകുവീൻ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. അതെ, കർത്താവിനെ അനുകരിച്ച് മറ്റ് വിശ്വാസികൾക്ക് അനുകരണീയമായ ഒരു മാതൃക വെച്ചു പോയ ഭക്തനായിരുന്നു പൗലോസ്ലീഹ. നമ്മളൊരു കാര്യം മറക്കരുത്, കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്ന് 30 വർഷം ഇവിടെ ജീവിച്ചത്, 3.5 വർഷം അവിടുന്ന് പരസ്യ ശുശ്രൂഷ ചെയ്ത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃക കാണിക്കേണ്ടതിനും കൂടെ ആയിരുന്നു. കർത്താവ് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുരുഷനായി വെളിപ്പെട്ട് പാപത്തിൻ്റെ കുറ്റം ചുമന്നുകൊണ്ട് പാപപരിഹാരയാഗമായി തീരുകയായിരുന്നില്ല. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ജീവിത ഘട്ടങ്ങളിലൂടെയും അവിടുന്ന് സ്വമേധയാ കടന്നുപോയി. മനുഷ്യനോട് താതാത്മ്യപ്പെട്ടു. പാപിയായ മനുഷ്യനോട് താൻ താതാത്മ്യപ്പെട്ട് പാപിയായ മനുഷ്യന് പകരക്കാരനായി കാൽവറിയിൽ യാഗമായി. ആ താതാത്മ്യപ്പെടലിൽ കർത്താവ് നമുക്ക് മാതൃക കാണിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നവൻ എന്നല്ല, ആയവൻ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായവൻ മനുഷ്യത്വത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് അവിടുത്തെ ശുശ്രൂഷകൾ നിർവഹിച്ചത്. മനുഷ്യത്വത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ശുശ്രൂഷകൾ ചെയ്തുവെന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. തിരുവെഴുത്ത് തന്നെ സാക്ഷ്യം പറയുന്നു, അപൂർവം ചില ശുശ്രൂഷകൾ മാത്രമേ ദൈവത്വത്തിൽ ചെയ്തുള്ളൂ, അത് പാപം പരിഹരിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ അവിടുന്ന് ദൈവത്വത്തിൽ ചെയ്തുള്ളൂ. ബാക്കി മുഴുവൻ മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ശുശ്രൂഷിക്കുകയായിരുന്നു. അങ്ങനെ നമുക്കെല്ലാവർക്കും മാതൃക കാണിച്ചിരിക്കുന്നു. ആ മാതൃക പിൻപറ്റുക എന്നാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്നതിൻ്റെ അർത്ഥം. എന്നാലൊരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ക്രൈസ്റ്റ് ലൈക്ക്നെസ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം അസ് ബട്ട് ക്രൈസ്റ്റ് ഹിംസെൽഫ്. നമ്മൾ ക്രൈസ്റ്റ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെയുള്ള കർത്താവിനെ അനുകരിച്ച് കർത്താവിനെ പോലെയുള്ള ഒരു ഭാവം മാത്രമല്ല, കർത്താവിനെ തന്നെ ധരിച്ച് കർത്താവിനെ തന്നെ വെളിപ്പെടുത്തുന്നവരായിരിക്കണമെന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഇച്ഛാശക്തി പരമാവധി ഉപയോഗിച്ച് ഭയങ്കര ആത്മനിയന്ത്രണത്തിലൂടെ വളരെ നിഷ്ഠയായ ജീവിതം നയിച്ച് നാം കർത്താവ് എന്തൊക്കെയാണ് ഓരോ സാഹചര്യത്തിലും ചെയ്തതെന്നുള്ളത് നാം വ്യക്തമായി തിരിച്ചറിഞ്ഞ് അങ്ങനെ തന്നെ ചെയ്യുവാൻ വളരെ പ്രയാസപ്പെട്ട് ഈ ഇരുളിൻ്റെ പശ്ചാത്തലത്തിൽ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് നമ്മുടെ ആയാസത്തിലൂടെയും നമ്മുടെ കഷ്ടപ്പാടിലൂടെയും നമ്മുടെ സ്വയം നിയന്ത്രണത്തിലൂടെയും നമ്മളങ്ങനെ വെളിച്ചത്തിന് മക്കളായി കർത്താവിനെ പോലെ ജീവിക്കുക എന്നുള്ളതല്ല. പിന്നെയോ, കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിനെ പോലെ ഒരു ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ്. നമ്മുടെ സ്വയമായ കഴിവുകൊണ്ട് നമുക്കത് ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു, കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അവനൊരു പുതിയ പ്രകൃതം കടന്നു വരുന്നു, വീണ്ടും ജനിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്രിസ്താനുരൂപതയുടെ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് അല്ല, പിന്നെയോ നമ്മിൽ അധിവസിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാലാണ് നമുക്കതിന് പ്രാപ്തി ഉണ്ടാകുന്നത്, അത് സാധ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വ്യത്യാസം. നമ്മുടെ സ്വന്തമായ കഴിവുകൊണ്ട് ആയാസപ്പെട്ട് ഇച്ഛാശക്തി ഉപയോഗിച്ച് ആത്മനിയന്ത്രണത്തിലൂടെ നിഷ്ഠയും ചിട്ടയുമായ ജീവിതം നയിച്ച് ഇങ്ങനെ മസിൽ പിടിച്ച് ഒരു പ്രത്യേകമായ ഒരു സന്യാസത്വത്തിൻ്റെ ജീവിതമല്ല. അത് നമ്മളെ കൊണ്ട് കഴിയുകയില്ല. അങ്ങനെ ഒന്നും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ പൂർണ്ണമായും പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നമുക്കതിനുള്ള ശേഷിയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ പ്രകൃതം,
ക്രിസ്തുവിൻ്റെ ആ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ആകത്തക്കതുപോലെ വാസ്തവത്തിൽ ക്രിസ്തു തന്നെ നമ്മിൽ വസിക്കുകയാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നോക്കണേ, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ കാണുന്ന ഉന്നതമായ ജീവിത ശൈലി ഏതൊരു മനുഷ്യനും സ്വന്തം കഴിവിൽ ജീവിക്കുവാൻ കഴിയുന്നതല്ല. ഒരു മനുഷ്യനും ഈ ജീവിതശൈലി ജീവിക്കാൻ സ്വയമായി കഴിയുകയില്ല. എന്നാൽ അപ്പോൾ നമ്മൾ ആവോളമൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയോ? അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളിൽ വസിച്ച് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി ഒരു പുതിയ ആത്മചൈതന്യം നമ്മളിൽ പകർന്ന് മുമ്പ് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നമ്മൾ ഉയർത്തുന്നു. ക്രിസ്തുവിനെ തന്നെ നാം ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തു നമ്മളിൽ എഴുന്നള്ളി വസിക്കുകയാണ്. നാം ക്രിസ്തുവിലാകുകയാണ്. അങ്ങനെയുള്ള ആ ഏകീഭാവം, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്ന ആ മനോഭാവം, സ്തോത്രം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നോക്കണേ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നാം കർത്താവിലും കർത്താവ് നമ്മിലും വസിക്കുന്ന ആ മ്യൂച്വൽ റിലേഷൻഷിപ്പ്, ആ ഹൃദ്യമായ ബന്ധം, ആ ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു ജീവിത ശൈലിക്ക്, ഇങ്ങനെയൊരു ജീവിതത്തിന് നമ്മളെ പ്രാപ്തനാക്കുവാൻ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. നാം അവനിൽ വസിച്ചാണ് അങ്ങനെ ഒരു ജീവിതം സാധ്യമാകുന്നത് എന്നുള്ള ആ വലിയ ക്രിസ്തീയ യാഥാർത്ഥ്യമാണ് ഈ വാക്യത്തിലൂടെ പൗലോസ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ക്രിസ്തുവിനെ തന്നെ നാം ധരിച്ചു കൊള്ളുക. ക്രിസ്തു നമ്മളിൽ വസിക്കട്ടെ, അവൻ നമ്മളിൽ രാജാവായി വാഴട്ടെ. സ്തോത്രം. അതാണ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമൊക്കെ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. നിങ്ങൾ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നോക്കണേ, കർത്താവിനെ ഭക്ഷിക്കുക, കർത്താവിനെ പാനം ചെയ്യുക, ആ ആശയമാണ് നമ്മൾ കാണുന്നത്. കർത്താവിൽ തന്നെ വസിക്കുക, മറ്റെല്ലാം 2-ാം സ്ഥാനത്തേക്ക് അങ്ങ് മാറ്റിവെക്കുന്ന ഒരു അനുഭവത്തിലൂടി ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ പുതിയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ അതിനെ പ്രാപ്തനാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 14-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 14-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തരെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താന്താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയിർക്കുകയും ചെയ്തത്. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു തിരുവചന ഭാഗം. കാര്യം പൗലോസ് തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. മറ്റ് ചില ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആശയമല്ലേ പൗലോസ് ഇവിടെ പറയുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്കതിനെക്കുറിച്ച് അല്പം ചിന്തിക്കാം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ഒരു വാക്യം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം മറക്കരുത്. 12ഉം 13ഉം അധ്യായങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തിലുള്ള നടപ്പിനെക്കുറിച്ചും പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. 12-ാമത്തെ അധ്യായത്തിലും 13-ാമത്തെ അധ്യായത്തിലും അന്യോന്യം സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, സ്നേഹത്തിന് നാം കടക്കാരാണ്, അത് നമ്മൾ ഓർക്കണം, ഇത്യാദി കാര്യങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച്, ശത്രുക്കളെയും മറ്റും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് നമുക്ക് സ്നേഹത്തിൽ നടക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, ശത്രുവിനെ സ്നേഹിക്കുക എന്നും മറ്റും നമ്മൾ പറയുമ്പോൾ അത് നമ്മളെക്കൊണ്ട് കഴിയുന്നൊരു കാര്യമാണോ? നമുക്കൊരിക്കലും കഴിയുന്നൊരു കാര്യമല്ല. എന്നാൽ ഈ സ്നേഹപ്രകാരം നടക്കുന്ന ആ നടപ്പിനെ പറ്റി അല്പം കൂടി 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വിശദീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ആരാണ് ഈ ബലഹീനൻ എന്ന് പറയുന്നത്? അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ എന്ന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുകയുണ്ടായി. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളണം. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ശ്രേഷ്ഠന്മാരാണ്. ഞാൻ ബി എ ശ്രേഷ്ഠൻ എന്ന് എണ്ണുന്നു, ബി എ ശ്രേഷ്ഠൻ എന്ന് എണ്ണുന്നു. അപ്പോൾ എയും ബിയും ശ്രേഷ്ഠന്മാരാണ്. ഇതുപോലെ ഒരു ബന്ധമാണ് ദൈവസഭയിൽ, ആ കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇവിടെ പറയുന്ന ഈ ബലഹീനൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? അപ്പോൾ എല്ലാവരും ശ്രേഷ്ഠന്മാരും എല്ലാവരും ദൈവത്താൽ നയിക്കപ്പെടുന്നവരും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളുമാണെങ്കിൽ പിന്നെ ഈ ബലഹീനൻ എന്ന വാക്കിന് പ്രസക്തിയുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസത്തിലോ ബുദ്ധിയിലോ സാമ്പത്തികമായോ ശാരീരികമായോ ബലഹീനരായവരെ അല്ല പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൽ ബലഹീനരായവരെയാണ്. വിശ്വാസത്തിൽ ബലഹീനരായ ഈ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഈ അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ ബലവും ബലഹീനതയുമാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്താണ് വിശ്വാസത്തിലുള്ള ബലഹീനത എന്ന് പറയുന്നത്? പ്രിയപ്പെട്ട, ദൈവത്തോടുള്ള ബന്ധത്തിലും ഉറപ്പിലും സമർപ്പണത്തിലും ബലഹീനരാണോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ലല്ലോ. കർത്താവിനുള്ള ബന്ധത്തിൽ അവൻ ബലഹീനനാണോ? പിന്നെ കർത്താവിനായുള്ള സമർപ്പണത്തിൽ ബലഹീനനാണോ? അവൻ രക്ഷിക്കപ്പെട്ടവനും നിത്യജീവനായി ഒരുക്കപ്പെടുന്നവനുമാണ് എന്നുള്ള ഉറപ്പും പ്രാഗൽഭ്യവും അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ടോ? അങ്ങനെ അവൻ ബലഹീനനാണോ? പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഉപരിയായി ജീവിത ശൈലിയിൽ ഒരുവൻ ഗ്രഹിച്ചിരിക്കുന്നതും പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നതുമായ ആശയങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെയാണ് പൗലോസ് ഇവിടെ ബലഹീനത എന്ന് വിശേഷിപ്പിക്കുവാനായി പ്രമാണമായി ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കാം. അതായത് ഓരോ വിശ്വാസിയും കർത്താവിനായി തന്നെ സമർപ്പിച്ചവരാണ്. അതിൽ ബലഹീനത ഉണ്ടാകാൻ പാടില്ല. ഓരോ വിശ്വാസിയും അവൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് 100% ഉറപ്പും പ്രാഗൽഭ്യമുള്ളവനായിരിക്കണം. അതിൽ ബലഹീനത ഉണ്ടാകുവാൻ കഴിയുന്നതല്ല. പിന്നെ പ്രായോഗിക ജീവിതത്തിൽ മേളിൽ 12-13 അധ്യായങ്ങൾ വിവരിച്ചിരിക്കുന്ന ഈ സ്നേഹത്തിൽ നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ചില തത്വങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന പിൻപറ്റുന്ന അടിസ്ഥാനപരമായ പല തത്വങ്ങളുണ്ട്. അങ്ങനെ നാം അനുവർത്തിച്ചു പോരുന്ന ഈ തത്വങ്ങളിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാകാം, ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് ഓരോരുത്തരുടെ ജീവിത ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ചില ആളുകൾ ചില ദിവസങ്ങളെ പ്രത്യേകം ആദരിക്കുന്നു, ചില ആളുകൾ ചില ഭക്ഷണത്തെ വേണ്ട എന്ന് വെക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രായോഗികമായുള്ള അനുദിന ജീവിതത്തിൽ ചില തത്വങ്ങൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്നുണ്ട്. ആ അനുവർത്തിച്ചു പോരുന്നതിൽ നാം ഏത് നിലവാരമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലമുള്ളവനെന്നും ബലഹീനനെന്നും പൗലോസ് ഇവിടെ തരംതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അതായത് കർമ്മമാർഗം, വിശ്വാസമാർഗം എന്നിവ പരസ്പര വിരുദ്ധങ്ങളായി പൗലോസ് ഈ ലേഖനത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കർമ്മമാർഗങ്ങളും വിശ്വാസമാർഗങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൽ ബലഹീനനായവൻ കർമാചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രരാകാത്തവർ എന്ന ഒരാശയമാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി പറയാം. കർമ്മമാർഗവും വിശ്വാസമാർഗവുമുണ്ട്. അപ്പോൾ കർമ്മമാർഗം പിന്തുടർന്ന് പോന്നിരുന്ന ആളുകൾ
വിശ്വാസമാർഗത്തിലേക്ക് രൂപാന്തരപ്പെട്ടു. പക്ഷേ അവൻ നേരത്തെ ശീലിച്ചു പോന്നിരുന്ന ജീവിത ശൈലിയുണ്ടല്ലോ, ആ ജീവിത ശൈലിയിൽ അവൻ അനുവർത്തിച്ചു പോന്നിരുന്ന ചില കർമ്മങ്ങളുണ്ട്, ചില അനുഷ്ഠാനങ്ങളുണ്ട്, ചില ജീവിത ശൈലിയുണ്ട്. അങ്ങനെ അവൻ അനുവർത്തിച്ചു പോന്നിരുന്ന ആ ജീവിത ശൈലിയിൽ, ആ കർമ്മങ്ങളിൽ, അവൻ്റെ അനുഷ്ഠാനങ്ങൾ, അത് സാമൂഹ്യമായിട്ടായിരിക്കാം, മതപരമായിട്ടായിരിക്കാം, പിന്നെ കുടുംബപരമായുള്ള ചില കീഴ്വഴക്കങ്ങളായിരിക്കാം, ചില പാരമ്പര്യമായുള്ള ചില ബോധ്യങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. അങ്ങനെയുള്ള കർമാചാരങ്ങൾ, അവയിൽ നിന്ന് പൂർണ്ണമായും മോചനം പ്രാപിക്കുവാൻ കഴിയാതെ വിശ്വാസമാർഗത്തിൽ വന്നു. വിശ്വാസമാർഗത്തിൽ വന്നു കഴിഞ്ഞും ആ പഴയ കാര്യങ്ങൾ, കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പിന്നെ പാരമ്പര്യമായി പിൻപറ്റി വന്നിരുന്ന ആ ചില നടപ്പുകൾ, പത്രോസിലേക്ക് പറയുന്നുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കർമ്മമാർഗത്തിൽ വിശ്വസിച്ച് ആചരിച്ചു പോന്നിരുന്നപ്പോൾ അവൻ അനുവർത്തിച്ചു വന്നിരുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് ഏത് പരിധി വരെ, ഏത് അളവ് വരെ അവൻ മോചിതനായി, ഏതളവ് വരെ അവന് മോചിതനാകാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ഇവിടെ ബലമുള്ളവനെന്നും ബലഹീനനെന്നും ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ. ബലമുള്ളവനെന്നും ബലഹീനനെന്നും പൗലോസ് ആ പശ്ചാത്തലത്തിലാണ് വിശ്വസിക്കുക. അപ്പോൾ കർമ്മമാർഗവും വിശ്വാസം, അങ്ങനെ വിശ്വാസത്തിൽ ബലഹീനൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ ബലഹീനൻ എന്ന് പറയുമ്പോൾ വിശ്വാസമാർഗത്തിൽ നേരെ ഓപ്പോസിറ്റായിട്ട് പൗലോസ് തന്നെ കർമ്മമാർഗത്തെ ചിത്രീകരിച്ചു. അപ്പോൾ വിശ്വാസമാർഗത്തിൽ ബലഹീനൻ എന്ന് പറയുമ്പോൾ കർമ്മമാർഗത്തിലേക്ക് അല്പമൊന്ന് ചായ്വോടുകൂടെ നിൽക്കുന്നവൻ, പഴയ ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നിരുന്ന അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിതനാകുവാൻ കഴിയാതെ പോന്നിരിക്കുന്ന ചില ആളുകൾ, അങ്ങനെയുള്ളവരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവർ പല കാര്യങ്ങൾ, പഴയ ജീവിതത്തിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ കർമ്മമാർഗവും വിശ്വാസത്തിൽ ബലഹീനനാണ്, അല്ല ഭൗമികമായ ഒരു പശ്ചാത്തലത്തിലുമല്ല ബലഹീനനായിരിക്കുന്നത്. അപ്പോൾ കർമ്മമാർഗവും വിശ്വാസമാർഗവും പരസ്പരം വിരുദ്ധങ്ങളായവയായി പൗലോസ് തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിൽ ബലഹീൻ എന്ന് പറയുന്നവൻ കർമ്മമാർഗങ്ങളുടെ ചില കീഴ്വഴക്കങ്ങൾ, പണ്ട് പരിചയിച്ചു പോന്നിരുന്നത് ചിലത് പൂർണ്ണമായും വിട്ടുകളയുവാൻ കഴിയാതെ തൻ്റെ ജീവിതത്തിൽ പിന്നെയും അനുവർത്തിച്ചു പോരുന്ന ബലഹീനതയുള്ളവരെയാണ് വിശ്വാസത്തിൽ ബലഹീനൻ എന്ന് ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. റോമിലെ സഭയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, റോമിലെ സഭയിൽ ഇതര മതവിശ്വാസങ്ങളിൽ നിന്ന്, ജാതീയ പശ്ചാത്തലങ്ങളിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ച് വന്നവരുണ്ട്. അതുപോലെ തന്നെ യഹൂദ മതത്തിൽ നിന്ന്, യഹൂദ വിശ്വാസത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ച് വന്നവരുമുണ്ട്. ഇങ്ങനെ വിവിധ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ ഒരുമിച്ച് ചേർന്നുള്ള ആ സഭയിൽ പഴയ കീഴ്വഴക്കങ്ങളിലേക്ക് അറിയാതെ പിന്തിരിഞ്ഞു പോകുന്ന ചില ബലഹീനരായ ആളുകളെ പൗലോസ്ലീഹ തൻ്റെ മനസ്സിൽ വ്യക്തമായി കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണയാൽ ഇത് എഴുതുകയാണ്. ഇത് ഏത് കാലത്തുമുള്ള ദൈവസഭയ്ക്ക് ഒരു സാധന പാഠമാണ്, ഒരു പ്രബോധനമാണ്. കാര്യം ദൈവവചനം കാലാതീതമാണ്, ഒരു കാലത്തേക്ക് മാത്രം എഴുതിയിരിക്കുന്നതല്ല, ഇത് കാലാതീതമാണ്. ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്നതല്ല, എല്ലാ നൂറ്റാണ്ടുകളിലും ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി കർത്താവ് തൻ്റെ പരിശുദ്ധാത്മനെ ഒരുക്കിയിരിക്കുന്ന ജീവിത ശൈലിയുടെ രൂപരേഖയാണ് വിശുദ്ധ തിരുവെഴുത്ത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അപ്പോൾ വിശ്വാസത്തിൽ ബലഹീൻ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്നൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ആ ആശയം ഒന്നും കൂടി നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഭക്ഷണ കാര്യത്തെക്കുറിച്ച്, ദിവസങ്ങളെ ആചരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ഈ രണ്ട് കാര്യം പൗലോസ് ഉദാഹരണമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പഴയ ജീവിത ശൈലിയിൽ അവർ അനുവർത്തിച്ചു പോന്നിരുന്ന ചിലതാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രബോധനം പ്രയോജനകരമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഏത് ശൈലികൾ നമ്മൾ പിൻപറ്റുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്.
അർത്ഥശൂന്യമായ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ പഴയകാല ജീവിതത്തിലെ നടപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പിന്നെയും മഥിക്കുന്നവരായി, നമ്മളെ അറപ്പിക്കുന്ന, സംശയിപ്പിക്കുന്നവർ, അയ്യോ അത് ശരിയാവും, ഇങ്ങനെയുള്ള ഒരു ഉറപ്പില്ലായ്മ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് സ്വയമായി നമ്മൾ പരിശോധിക്കുവാൻ ആവശ്യമുണ്ട്. സ്തോത്രം. അതിന് സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്കിതിനെക്കുറിച്ച് അല്പം കൂടി വിശദമായി ചിന്തിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, വിശ്വാസത്തിൽ ബലമുള്ളവരും ബലഹീനരുമായവരെക്കുറിച്ച് പൗലോസ്ലീഹ പറയുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഒന്ന് ചോദന കഴിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള ഞങ്ങളുടെ പഴയകാല നടപ്പിൽ നിന്ന് ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്ന, ഞങ്ങൾക്ക് വിട്ടുകളയുവാൻ കഴിയാതിരിക്കുന്ന ജാതീയവും ദൈവപ്രസാദമില്ലാത്തതുമായ ഏതെങ്കിലും കാര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ആ ബലഹീനതയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ തിരുമേനി ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവവചനം ചിന്തിക്കുന്നത് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രയോജനകരമാകട്ടെ. കർത്താവേ, ഞങ്ങൾ ഈ വല്ലാത്ത ഒരു വിഷമകരമായ ഘട്ടത്തിലൂടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളോട് തിരുമേനിക്ക് മനസ്സലിവ് തോന്നണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചു കേരളത്തിൽ രോഗബാധ വളരെ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടുത്തെ അത്ഭുതകരമായ പരിപാലനം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ പരിപാലിക്കുവാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നണമേ എന്ന് ഞങ്ങൾ തിരുമുമ്പിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് മനസ്സലിയണം, ദേശത്തെ സൗഖ്യമാക്കണം. ഞങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനായി സ്വയശോധന ചെയ്ത് ജീവിത ക്രമീകരണം വരുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയപിതാവേ, ആമേൻ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. പ്രാപിപ്പാനായി ഞാൻ ഓടിടുന്നു, ശക്തി പകരണേ പൊന്നോ നാഥ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതൊന്നുണ്ട് നിത്യമായത്. വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും. വൈഷമ്യമാകും കുന്നുകളും കൂരിരുൾ മൂടും വേളകളും. ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ കൺമണി പോലെന്നെ കാത്തിടണേ. ഈശാനമൂലൻ പോലാഞ്ഞടിക്കുമ്പോൾ കൺമണി പോലെന്നെ കാത്തിടണേ.